ഹായ്, എല്ലാവർക്കും വിജയ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമെത്തുന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ വീഡിയോ കണ്ടിട്ട് കമൻസ് ഇട്ട എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ ഞാൻ സോറിയും ക്ഷമയും ചോദിക്കുന്നു. കാരണം പോളുമോൻ പറഞ്ഞ മമ്മി ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഇടും മമ്മി. ഞാൻ അടുക്കളയിൽ നിന്ന് പറഞ്ഞു, റീച്ചോ എന്നെ ഇവൻ അടിച്ചേന്ന്. അന്നേരം പറ മമ്മി ഈ ക്യാപ്ഷൻ അങ്ങ് ഇട്ടാരെന്ന്. ഞാൻ എന്നിട്ട് പറഞ്ഞു, വേണ്ട മോനെ ഇങ്ങനെ ഇട്ടാൽ ശരിയാവത്തില്ല, ആൾക്കാർ എന്തോ ചിന്തിക്കും. പറ സാരമില്ല മമ്മി ഇടന്ന്. ഒത്തിരി പേര് പറഞ്ഞ് ക്യാപ്ഷൻ കണ്ട് പേടിച്ചു പോയി. പോളുമോൻ അടിക്കത്തില്ലെന്നറിയാം, ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നാരങ്ങ വെള്ളം കുടിച്ചോണ്ട് ഞാൻ ആ കമൻറ്റ് ഓർത്തങ്ങ് ചിരിക്കും. ഗീതേച്ചി പറ, ഇതാരാ പാകിസ്ഥാൻ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് പാകിസ്ഥാൻ മന്ത്രിയാണോ നിൽക്കുന്നത്? എന്നിട്ട് പ്രീതി ചേച്ചിയും പറഞ്ഞു, വിജയെ തൊട്ട് കളിച്ചാൽ തീക്കളിയാവും. ഗീതേച്ചി പറഞ്ഞത് ഗീതേച്ചി നാഗവല്ലിയാവും. എനിക്ക് വയ്യ. ചില കമൻസ് നമ്മൾ ചിലപ്പം ഇച്ചിരി വിഷമത്തിലങ്ങനെ, വിഷമമില്ലാത്ത മനുഷ്യരല്ലേ, എപ്പോഴും അങ്ങ് സന്തോഷമാണെങ്കിലും പറ്റത്തില്ല. സന്തോഷം ആരുടെയും ജീവിതത്തിൽ അങ്ങനെ കാണത്തില്ല. അപ്പോഴും ഇങ്ങനെയുള്ള ചില കമൻസ് കാണുമ്പോൾ നമുക്ക് അങ്ങ് മനസ്സിൽ ചിരി തന്നെ വരും. പിന്നെന്താ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്, ഈ വീഡിയോ ഇന്നത്തെ ദിവസമല്ല, ഇത് 2 ദിവസത്തിന് മുമ്പിട്ട് എടുത്ത വീഡിയോയാ. അയ്യോ, അന്ന് എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ലായിരുന്നു. എൻ്റെ ഊപ്പാടായിപ്പോയി. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ കൂടെ ആയപ്പോഴത്തേന് ഞാൻ എനിക്ക് ഈ HB കൂടെ ഞാൻ അനാറും ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ എന്നും പ്രോപ്പർലി അങ്ങോട്ട് കൊണ്ടുവരുന്നു എങ്കിലും ഞാൻ അങ്ങോട്ട് കഴിക്കാറില്ല. ഇന്ന് വെച്ചാനിവിടെ വഴക്കാം. അപ്പോൾ അതുകൂടെയൊക്കെ ആയപ്പോഴത്തേന് എനിക്കങ്ങ് വല്ലാതെ തലകറക്കമൊക്കെ അങ്ങ് തോന്നുക. പിള്ളേർക്കൊക്കെ എടുത്ത് നമ്മൾ കൊടുക്കും. പിള്ളേർക്കങ്ങനെ ഇപ്പോൾ ഒരു വയ്യാഴിയോ ആർക്കെങ്കിലും വന്നാൽ നമ്മൾ അവരെ തീറ്റിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ കാര്യം ഇല്ലാഞ്ഞിട്ടല്ലേ. പക്ഷേ എൻ്റെ കാര്യത്തിന് ഞാൻ സമയം എടുക്കുന്നില്ല. അത് ഏറ്റവും തെറ്റാണ് ഞാൻ കാണിക്കുന്നത്. എനിക്കറിയാം. എന്നെ പലരും വഴക്ക് പറയും, വിജി ഇങ്ങനെ സമയം തെറ്റി ആഹാരം കഴിക്കരുത്, കഴിക്കുന്നത് കറക്റ്റ് സമയത്ത് കഴിക്കുക. ചിലപ്പോൾ നമ്മുടെ ഈ എന്നുമല്ല, ചിലപ്പോഴൊക്കെ ഈ ജോലി കാരണം നമുക്ക് അങ്ങനെ സമയത്ത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. അപ്പം ഇങ്ങനെ വണ്ണമുള്ളതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും ഒന്നും ഒരിക്കലും അല്ല. ഇന്നലെ ആണെങ്കിൽ ഞാൻ രാത്രി കഴിച്ചത് ചില ദിവസങ്ങളിൽ അങ്ങനെ നമുക്ക് ഇങ്ങോട്ടൊരു കഴിക്കണമെന്ന് തോന്നത്തില്ല. എനിക്ക് ഒട്ടും രാത്രിയിൽ അങ്ങോട്ട് കഴിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് നേരത്തെ ഞാൻ കഴിക്കാൻ നോക്കും. കാരണം ചില ദിവസങ്ങളിൽ എനിക്ക് വയറ് ഗ്യാസ് പോലൊക്കെ ആവും. അപ്പോൾ ഇന്നലെ ഓട്സ് മുട്ട പോലെ പൊരിച്ച് അങ്ങനെ കഴിച്ചത് 2 സ്പൂൺ എടുത്തിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോന്നു. ഇനി നമുക്കിനി വീഡിയോയിലോട്ട് പോകാം കേട്ടോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഒത്തിരി പേര് പുതിയ ആൾക്കാരൊക്കെ വന്ന് കാണുന്നുണ്ട്, കമൻസ് ഇടുന്നുണ്ട്. അതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. കാണുമ്പം നമുക്ക് ഈ കമൻസൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ട് നമുക്ക് അതിന് നല്ല കമൻസൊക്കെ വരുവാണെങ്കിൽ അപ്പോൾ നമുക്ക് തന്നെ ഒരു ഇത്, ഞാൻ വീഡിയോ ഇട്ടിട്ട് ആൾക്കാർ കണ്ടിങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. അന്നേരം ഇന്ന് രാവിലെ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ എനിക്ക് വൈകിട്ട് ഇച്ചിരി ജോലിയൊക്കെ ആയതുകൊണ്ട് ഞാൻ അരിയൊന്നും ഇട്ടില്ല. അല്ലേലും ഇവിടെ ഇഡലിയൊക്കെ ഇവന്മാർക്ക് അത്ര താല്പര്യമല്ലാത്തതുകൊണ്ട് ഞാൻ ചിന്തിച്ചെന്നാൽ ഇന്ന് രാവിലെ ബ്രെഡും മുട്ടക്കറി, അതൊക്കെ ഇവിടെ അങ്ങനെ കുഴപ്പമില്ല, ഇഷ്ടമാണ്. മുട്ടക്കറി ആണെങ്കിൽ ബ്രെഡൊക്കെ കൂട്ടി കഴിച്ചോളും. അപ്പം ഞാനത് ഇന്ന് എനിക്ക് ആ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് മനസ്സിൽ കരുതിയിട്ട് ഉച്ചയ്ക്ക് ചപ്പാത്തിക്കും ഈ മുട്ടക്കറി ആവട്ടെ എന്നുള്ള രീതിയിൽ ഇച്ചിരി കൂടുതലാണ് എടുത്തത്. അപ്പം ഞാൻ സവാള, ടൊമാറ്റോ, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയിട്ട്
ഞാൻ അതിൽ നിന്ന് വഴന്ന് വന്നുണ്ടേ അതിൽ നിന്ന് മുക്കാലും ഇങ്ങെടുത്ത് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഉരുളൻകിഴങ്ങ് ഞാൻ ചെറിയ പീസാക്കിയിട്ട് ഇപ്പോഴായിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതവിടെ കിടന്നൊന്ന് വഴന്ന് വരട്ടെ, ഒന്ന് അടച്ചൊക്കെ കൊടുക്കുന്നതിന് അത് ആവി കിടന്നൊന്ന് വേവും. എന്നിട്ട് ഈ സവാള നമ്മൾ തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ ഇത്തിരി കൊഴുപ്പ് കിട്ടും. കാരണം 2 നേരത്തേക്കിനാകുമ്പോൾ ഇത്തിരി നല്ല കൊഴുപ്പൊക്കെ ഇല്ലെങ്കിൽ പറ്റത്തില്ലല്ലോ. അത് അനുസരിച്ചാണ് ഞാൻ ഇന്നിങ്ങനെ ചെയ്യാമെന്ന് വെച്ചത്. അല്ലെങ്കിൽ ഞാൻ ഈ ഉള്ളിയും ഉരുളൻകിഴങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ടിട്ട്, കാരണം എടുത്ത് അരയ്ക്കണ്ടേ, അതുകൊണ്ട് ഉരുളൻകിഴങ്ങും കൂടെ അരയ്ക്കണ്ടെന്നും പറഞ്ഞാൽ ഞാൻ ഉരുളൻകിഴങ്ങ് സെപ്പറേറ്റ് ഇപ്പം ഉള്ളി വഴന്ന് കഴിഞ്ഞിട്ട് എടുത്തത്. എന്നിട്ട് ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നോണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടികൾ, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല. അപ്പോൾ ആ ചീനച്ചട്ടിയുടെ അടിയിലൊന്ന് അതൊക്കെ ഒന്ന് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി വെളിച്ചെണ്ണ അതിൻ്റെ അടിയിലോട്ട് ഇച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതവിടെ ഒന്നുകൂടെ ഒന്ന് മസാലയൊക്കെ മൂക്കാനായിട്ട് ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഉച്ചയ്ക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം എനിക്ക് പെട്ടെന്ന് അത് കാരണം ഒരു 5-6 കിലോ മീനില്ലേ, അതെല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട്, അല്ലെങ്കിൽ തന്നെ തൊലി കളഞ്ഞിട്ട് ഞാൻ വെട്ടിക്കൊണ്ട് മറ്റേ ആ മലാടിയിൽ നിന്ന് വെട്ടിക്കൊണ്ട് വരുവാന്നേലും വീട്ടിൽ വന്നിട്ട് എനിക്ക് നല്ല സമയം. ഇതിപ്പം തൊലിയും കൂടെ കളയുവാണെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പിള്ളേരൊക്കെ എന്തോത്തിലും കീച്ചാൻ വന്നാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യവും വരും. അപ്പോൾ ഞാൻ ആ അരച്ചതോട് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. മുട്ട ഇപ്പം ഞാൻ ഒരു നേരെ മുട്ട എടുക്കുന്നുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ബാക്കി ചാറായിട്ടുള്ളൂ. ഇപ്പോൾ രാവിലെ ബ്രെഡും മുട്ടയും കൂടെ കൊടുക്കും. എന്നിട്ട് ബാക്കിയുള്ള ചാറ് ഉച്ചയ്ക്ക് എങ്ങനെയും ആക്കാമെന്ന് വെച്ച്. എനിക്കിങ്ങനെ ജോലി ചെയ്യണമെന്ന്, ഇപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഇതൊക്കെ ചെയ്യണമല്ലേ, അതൊക്കെ മനസ്സിലുള്ളപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലും തോന്നത്തില്ല. വെപ്രാളമാണ്, ഭയങ്കര വെപ്രാളമാണ് എനിക്ക്. അങ്ങനെ ഞാനും കഴിക്കാൻ എടുത്തോണ്ട് പോയി, ഒന്ന് കഴിച്ചിട്ട് വന്നു. എന്നിട്ട് അന്ന് പ്രൈസമ്മോന് സ്കൂളിൽ പോകേണ്ട ദിവസമായിരുന്നു. അവനപ്പം ടിഫിന് കൊണ്ടുപോകാനായിട്ട് ഞാൻ നമ്മൾ ഈ കടുക് വറുക്കുന്ന അതിൻ്റെ അകത്ത് ഒരു മുട്ട ഇങ്ങനെ ചെയ്തിട്ട്, എങ്ങനെയും ഒരു ഷേപ്പിലൊക്കെ ഒരു ഐഡിയ വേണ്ടേ. ഇവൻ ഈ മുട്ട കൊണ്ടുവന്നത് പേടി. അഖിൽ പറഞ്ഞു, മോന് എടാ പിള്ളേരെങ്ങാണം നീ ഈ നോൺ വെജ് ആണോ എന്ന് ചോദിക്കുന്നത്. ഞാൻ നോൺ വെജാ, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കഴിക്കും. അമ്മയോട് ദേഷ്യപ്പെടും. അഗ്രത് ഈ ചെറുക്കാൻ ചെയ്യത്തില്ല. ഇവന്മാർക്കൊക്കെ വീട്ടിൽ ശൗര്യമുണ്ട്, വെളിയിലിറങ്ങിയ പൂച്ചയാണ്. 2 അടി വേണേൽ കിട്ടിക്കൊണ്ട് വരും. ഇന്നാളെ കണ്ടില്ലേ അടി കിട്ടിക്കൊണ്ട് വന്നത്. അപ്പം ഞാനത് ഇങ്ങനെ ഒന്ന് ഈ കുഴിയൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്, ഈ കുഴിയൻ്റെ അകത്ത് ആകുമ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ മുകളിൽ വെക്കാൻ ഒരു ഷേപ്പ് കിട്ടുമല്ലേ, അതിനുവേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ആൾക്ക് വീട്ടിൽ എത്ര മുട്ട കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ സ്കൂളിൽ കൊണ്ടുപോകാൻ ആൾക്ക് ഇച്ചിരി ഞെണുങ്ങലാണ്. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ടിട്ട് ബ്രെഡിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യുമ്പോഴേ അതങ്ങ് അമങ്ങി അറിയത്തില്ലല്ലേ, ഓപ്പണായിട്ടിരിക്കത്തില്ലല്ലേ. ഇപ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ ടോസ്റ്ററിൻ്റെ അകത്ത് ചെയ്യാതെ കൊടുക്കുവാണെങ്കിൽ എടുക്കുമ്പോൾ അറിയുമല്ലോ. ഇതിപ്പം ടോസ്റ്ററിൽ വെച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ടേ അതങ്ങ് ബ്രെഡും ഈ മുട്ടയായിട്ടങ്ങ് ഒട്ടി ജോയിൻ്റ് ആയിക്കോളും. അതുകൊണ്ട് ഇല്ല, സാൻഡ്വിച്ച് കഴിക്കുന്ന ആൾക്കങ്ങ് എടുത്ത് കഴിച്ചാൽ മതിയല്ലേ, ടെൻഷൻ ഇല്ലല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുമ്പോൾ ആ ബ്രെഡ് അങ്ങ് ജോയിൻ്റ് ആയിക്കോളും മുട്ടയും. പിന്നെ ഞാൻ പെട്ടെന്നൊരു സാമ്പാർ ഇപ്പം എന്തൊക്കെയാണെങ്കിലും മീനിൻ്റെ പുറകെ ഇരുന്നാലും നമുക്ക് വീട്ടുകാര്യങ്ങൾ കൂടെ ചെയ്യണ്ടേ. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഈ സമയം പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിൽ ജോലി ചെയ്യേണ്ട മീനിൻ്റെ പുറകെ ഇരുന്നാൽ മതിയെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പം പിള്ളേരുടെ ടിഫിൻ്റെ കാര്യം നോക്കണം, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നോക്കണം, ഉച്ചക്കത്തെ നോക്കണം, പിന്നെ അന്നേരം നമ്മളല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നലെ എനിക്ക് ഇത്തിരി സമയക്കുറവുണ്ടായിരുന്നു, ഇത്തിരി ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് ഇന്നലെ അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിത്തിരി സമയം എങ്ങാനും ഉണ്ടെങ്കിൽ നമുക്കത് തലേന്നേ വെച്ച് വയ്ക്കാം. അപ്പോൾ ഇന്നൊരു സാമ്പാർ അങ്ങ് വെക്കുക. ഞാനിപ്പം ഗ്യാസേൽ ഈ പൊടികൾ ആദ്യം ഞാൻ ഗ്യാസ് ഓണാക്കിയില്ല, പൊടികളെല്ലാം കൊണ്ടിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി എല്ലാം ഇട്ടിട്ട് പിന്നെ ഗ്യാസ് ഓണാക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സാമ്പാർ ഭാജി വെജിറ്റബിളിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് വിസിലടിച്ചിട്ട് ഇച്ചിരി ഞാൻ ഇതിൽ 1-2 ടൊമാറ്റോ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തിരി കുറച്ച് പുളിയെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന്, അപ്പോൾ സാമ്പാറാകുമ്പോൾ പിന്നെ എനിക്ക് നാളെ ഞാൻ അരി എങ്ങാനും വെള്ളത്തിൽ ഇട്ടാലേ നമുക്ക് സാമ്പാറാവുമല്ലേ, ദോശയ്ക്കോ ഇഡലിക്കോ.
അപ്പോൾ അതവിടെ കിടക്കട്ടെ. അതുകൂടെ ഒന്ന് ഞാനിപ്പം ഉച്ചയ്ക്ക് സാമ്പാറേ വെക്കുന്നുള്ളൂ. അപ്പം പിള്ളേർക്ക് ഞാൻ പറഞ്ഞില്ലേ, പിള്ളേർക്ക് ഇവർക്കെല്ലാം ഇതുണ്ടെന്ന് കറി, അതുകൊണ്ട് അവർക്കത് കൊടുക്കാം. അപ്പം എൻ്റെ കാര്യം ജോലികളുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ജോലിയാണെങ്കിൽ പിന്നെ എൻ്റെ കഴിപ്പൊക്കെ അവിടെ തന്നെ. ഞാൻ മീനെടുത്ത് ആ വലിയ ബേസിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കുക ഐസ് പോകാനായിട്ട്. എന്നിട്ട് അപ്പോഴത്തേക്ക് പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു. പാത്രങ്ങളും ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ടല്ല എനിക്കവിടെ, കാരണം നമുക്ക് നാട്ടിലത്തെ കൂട്ട് സൗകര്യമൊന്നും ഇല്ലല്ലേ. അപ്പോൾ ഉള്ളത് അവിടെ എല്ലാം പാത്രങ്ങളെല്ലാം ക്ലീനാക്കി അവിടെ വൃത്തിയാക്കി എടുത്തിയാലേ നമുക്ക് പറ്റത്തുള്ളൂ എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം ഞാൻ അങ്ങോട്ടൊന്ന്, അതുകൊണ്ട് ഇന്നലെ ഇന്ന് രാവിലെ ഇപ്പോൾ തുണികളൊക്കെ കഴുകാനും ഇരിക്കാനും സമയമില്ലാത്തതുകൊണ്ട് ഇന്നലെ രാത്രി തുണികളെല്ലാം കഴുകിയിട്ട്, ഇവിടെ ഡെയിലി ഉണ്ടല്ലോ 5 പേരുടെ തുണികൾ, വീട്ടിലിടുന്ന തുണിയും വെളിയിലെടുത്ത് ഇടുന്ന തുണികളെല്ലാം കൂടെ ആകുമ്പം ഡെയിലി കഴുകണമല്ലേ. ഇത്രയും മീൻ ഒരു 6 കിലോ ഉണ്ട്. അത് ഞാൻ പീസാക്കി അതിനെ എനിക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അച്ചാറിനുള്ളത് എടുക്കണം, അല്ലാത്തത് മാറ്റി വെക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ഈ മീൻ വെട്ടുന്നിടത്ത് ഇത്രയും വലിയ പാത്രമൊക്കെ വെച്ചിട്ടേ, നോർമൽ ചെറിയ മീൻ വെട്ടുന്നതാണെങ്കിൽ കാണിക്കാം, സ്റ്റാൻഡൊന്നും വെച്ച് കാണിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ മീൻ വെട്ടുന്ന ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. മീൻ ഒരു പ്രൈസ് മോനെ വിട്ടിട്ട് 11:30 കഴിഞ്ഞ് വന്ന ഉടനെ മീൻ വെട്ടാൻ തുടങ്ങിയതാണ്. ഇപ്പം മണി 2 കഴിഞ്ഞ്. ഇപ്പോഴെല്ലാം വെട്ടി ഒന്ന് അച്ചാറിനുള്ള മാറ്റി ബാക്കിയുള്ളത് കറി വയ്ക്കാൻ ഇങ്ങനെ പാട്ടാക്കി എല്ലാം കഴുകി. പിന്നെ ഇവിടെ എല്ലാം മീൻ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അറിയാം, ഇത്രയും 5-6 കിലോ മീൻ ഈ നമ്മുടെ നാട്ടിലാണെങ്കിൽ വെളിയിൽ പോയി വെട്ടാം. ഇവിടെ നിന്ന് വെട്ടിക്കഴിഞ്ഞ് പിന്നെ എല്ലാം ക്ലീൻ ചെയ്ത് സാമ്പാർ ഞാൻ ഓഫാക്കിയിട്ട് ഇനിയും വേണം സാമ്പാറിനെ പരിപാലിക്കാൻ. പിന്നെ ഇന്നത്തെ മുട്ടക്കറി ഉണ്ടായിരുന്നു ചപ്പാത്തിക്ക്, അവർക്ക് പോളിനും ആയിരിക്കും അത് കൂട്ടി ചപ്പാത്തി കൊടുത്ത്. ഞാൻ കഴിച്ചൊന്നുമില്ല, ഇത്രയൊക്കെ എടുത്തോണ്ടേ വിശപ്പേ ഇല്ല. ഒന്നീ ഞാനൊരു കാപ്പി ഉണ്ടാക്കി കുടിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഇത്രയും കണ്ടിന്യൂസ് നിൽക്കുമല്ലോ, ഇരിക്കാനൊരു സ്ഥലമില്ല, ഇരുന്ന് ചെയ്യാനും എനിക്കിവിടെ പറ്റുന്നില്ല. ഇരുന്ന് ചെയ്യുന്നുള്ള സ്റ്റൂളൊന്നും ഒരെണ്ണം ഉണ്ട്, പക്ഷേ ഈ ഇവിടെ ഒന്നും തറയിലല്ല ആവത്തില്ല സ്മെല്ല്. അതുകൊണ്ട് എത്ര നേരം നിൽക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് അങ്ങനെ എത്ര 11:30 12:30 1:30 2-2:30 മണിക്കൂർ. അനു പറഞ്ഞായിരുന്നു, ആൻറ്റി എനിക്ക് അപ്പോയിൻമെൻറ്റ് 1:30 കിട്ടിയേ, ഞാൻ 2 മണിയാകുമ്പോഴത്തേക്കിനും വരാമെന്ന്. ഞാൻ റെഡി, നീ പോയാൽ എങ്ങനെ 2 മണിക്ക് വരാൻ പറ്റുന്നു? വരുന്നുണ്ട്, 2 മണി കഴിഞ്ഞ് ഓടി ഒരു പാവം. അവനും ഉണ്ടായിരുന്നു പോകാൻ, അവൻ അങ്ങോട്ടും പോയി, അവൾ ഇങ്ങോട്ടും വന്നു. ഒരു സാമ്പ്രാണിക്ക് കത്തിച്ചേക്കാം. ഈ അരി ഇടാൻ മറന്നുപോയി, വെള്ളത്തിൽ ആക്കി ഇടട്ടെ, ഇനി തിളക്കട്ടെ. അപ്പം പച്ചരി നാളത്തേക്ക് ഇടാൻ മറന്നു പോയായിരുന്നു, പിന്നെ അതൊക്കെ ഇട്ട്. അപ്പം ഞാൻ ഈ മീനൊക്കെ മുക്കാലും വെട്ടി എല്ലാം എടുത്ത് ഇങ്ങനെ ഫ്രിഡ്ജിലോട്ട് വെച്ചില്ല, എല്ലാം ഇങ്ങനെ കെട്ടായിട്ട് വെച്ചപ്പോഴത്തേക്കാണ് എൻ്റെ ഇത്തിരി അടിവയറൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര വേദന. അപ്പം ഞാൻ അകത്ത് പോയിരുന്നുണ്ടേ വയ്യാതെ ഇങ്ങനെ തന്നെ പോകുമ്പോൾ ഇങ്ങോട്ട് തന്നെ വെച്ച് എന്തോ പറ്റി മമ്മി? ഞാൻ പറഞ്ഞെടാ ഇങ്ങനെ വേദന. മമ്മി കയറി കിടന്നോ, ആൻറ്റി വരുവാന്നേലും മമ്മി എണ്ണീക്കണ്ട, കിടന്നോ. ഞാൻ പറഞ്ഞ് അതൊക്കത്തില്ല, കിടന്നാൽ ഒക്കത്തില്ലട കുഞ്ഞെ, അതെല്ലാം അവിടെ ഇരിക്കും, അതെല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ വന്ന്. എന്നാലും ഇത്രയും മീൻ വെട്ട് പിന്നെ ഒന്ന് കുളിക്കാതെ അങ്ങനെ നമ്മൾ കിടക്കുന്നത്, മൊത്തം ദേഹത്തൊക്കെ എങ്ങനെയാണെങ്കിലും ആവത്തില്ലേ. പിന്നെ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ പിന്നീട് വന്ന ഇച്ചിരി അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഞാനിവിടെ ഇതിന് കടുകൊക്കെ വറുത്തത്. അതിന് ഇപ്പം സാമ്പാറുണ്ടെങ്കിൽ പിന്നെ പിള്ളേർക്കും ഇഷ്ടമാണ്, കുഴപ്പമില്ലല്ലേ. കോഫി ഉണ്ടാക്കാം.
കഴിക്കാൻ തോന്നുന്നില്ല. കറി മൊത്തം നെയ്യൊട്ടി ഇരിക്കുക. അപ്പോൾ ഞാൻ എന്തോ അതിൽ എനിക്കൊരു കോഫി ഉണ്ടാക്കി കുടിച്ച് ഒന്നും ഇനി കഴിക്കാൻ കാരണം ഇത്രയൊക്കെ പരിപാലിച്ചത് കൊണ്ട് പിന്നെ ഒന്നും അങ്ങോട്ട് കഴിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ഞാൻ പോയി കോഫിയൊക്കെ കുടിച്ചിട്ട് പിന്നെ കുളിച്ച് കുറച്ച് നേരം ഒന്ന് കിടന്നു. ഉറങ്ങി ഞാൻ ഉറക്കം വന്നാലും ഞാൻ ഉറങ്ങത്തില്ല. കാരണം ഒരിച്ചിരി ഉറങ്ങിയാൽ പിന്നെ രാത്രി തദൈവ എൻ്റെ ദൈവമേ കുത്തിയിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ ഉറക്കം എനിക്കങ്ങോട്ട് ശരിയാവത്തില്ല. അതുകൊണ്ട് രാത്രിയിലെ പിന്നെ ഉറങ്ങുകയും കൂടെ ചെയ്താൽ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെ ഞാൻ കിടന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നിന്നിട്ട് കിടന്നപ്പോഴത്തേക്കിനും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഇതായിപ്പോയി. അപ്പം നടുവും സ്പൈനലും എല്ലാം നല്ല ഇതായിരുന്നു. അങ്ങനെ ഞാൻ അച്ചാറിനുള്ളത് എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ച്. ഇന്ന് എന്തു വന്നാലും എനിക്ക് പറ്റത്തില്ല. അച്ചാറിയുടെ പരിപാടിയും കൂടെ ആണെങ്കിൽ ഇന്നിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടത് പിന്നെ എനിക്ക് ഒരാഴ്ച എണ്ണിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. അതുകൊണ്ട് ഇന്ന് അച്ചാറിനുള്ളത് എടുത്ത് വെച്ചിട്ട് അപ്പം മീൻ കറിക്കുള്ളത് ഇങ്ങനെ പാട്ടാക്കി 3-4 കവർ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മലാടിയിൽ നിന്ന് വെട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അച്ചാറിന് കിട്ടിയനെയായിരുന്നു. ഇതിപ്പം ഞാൻ വെട്ടിയതായതുകൊണ്ട് അത്രയും എനിക്കങ്ങോട്ട് അച്ചാറിന് കിട്ടിയില്ല. 2.5-3 പകുതിയേ കിട്ടിയുള്ളൂ. അപ്പോൾ തല എന്നിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തില്ല. തല വേറെ സെപ്പറേറ്റ് അവർ കണ്ടിച്ച് തന്നായിരുന്നു. അത് ഞാൻ സെപ്പറേറ്റ് അങ്ങനെ വെച്ചേക്കുക. അപ്പോൾ രാത്രി ഒരു 7 മണിയാകാറായണേ, 7 ഒരു 6:30 കഴിഞ്ഞപ്പം ഞാൻ ചെന്നാൽ എനിക്ക് വയ്യെങ്കിലും ഇപ്പം സാമ്പാറെല്ലാം ഉള്ളായിരുന്നു. മനസ്സിനൊരിത് പിന്നെ ഒരു മീൻ കറിയും കൂടെ വെക്കാമെന്ന് വെച്ച്. എന്നിട്ടൊരു വൈകിട്ട് പിന്നെ മുട്ട എങ്ങനെ പൊരിക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ വൈകിട്ട് ആ മീൻ കറി വയ്ക്കാനായിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ പിന്നെ നാളത്തേക്കും കൂടി ഇരിക്കുമല്ലോ. നാളെ അന്നേരം എനിക്ക് അധികം ഒന്നും ചെയ്യണ്ടല്ലോ. നമ്മളിങ്ങനെ ചിന്തിക്കുക, ഇന്നിപ്പം ഞാൻ വെച്ചല്ല സാമ്പാർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റുണ്ട്, മീൻ കറിയുണ്ട്. അങ്ങനെയുള്ള ദിവസമായിരിക്കും നമുക്ക് ജോലി കൂടുതൽ. അപ്പം ഞാൻ ഇന്ന് വേറൊരു രീതിയിൽ ഞാൻ ചില സമയത്ത് ഈ മുളക് പൊടി വെള്ളത്തിൽ ചാലിച്ചിട്ട് ഇത് ചേർക്കും. ഇന്നിപ്പം ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടൊന്നും ചെറിയ തീരൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതൊന്ന് മൂത്ത് വന്നോണ്ടേ ഇച്ചിരി പുളിവെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ അകത്തിട്ടൊന്ന് കുഴയ്ക്കും. അങ്ങ് ഒത്തിരി വെള്ളം ഒഴിക്കത്തില്ല. ആദ്യം ഈ മസാലയെല്ലാം കൂടെ ഒന്ന് കട്ട മാറ്റി ഒന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാക്കും. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള മസാല ആ പേസ്റ്റ് ഒന്ന് തിളച്ച് വരാറാകുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മീൻ പറക്കിയിട്ട് കൊടുക്കും. അപ്പോൾ എൻ്റെ പുളി നെൻസി അയച്ചു തന്ന പുളിയായിരുന്നു. അത് തീരാറായ നല്ല പുളിയായിരുന്നു. കുറച്ചിട്ടാൽ മതിയായിരുന്നു. അപ്പം വൈകിട്ടും മീൻ കറി ഉണ്ടാക്കിയിട്ട് എനിക്ക് മീൻ കറി കഴിച്ച് ചോറ് കഴിക്കണമെന്ന് തോന്നിയില്ല. അപ്പം ഈ മീൻ കറി വെച്ചോണ്ട് ഞാൻ പറഞ്ഞത് 3-4 കെട്ടി ഇങ്ങനെ ഞാൻ കെട്ടി വെച്ചു. ഇതിൻ്റെ അകത്ത് എത്രയും പറ്റുമോ അത്രയും ഞാൻ അതിൻ്റെ അകത്ത് മീനുകൾ ഇടുന്നത്. ഞാൻ പറഞ്ഞില്ല മലാടിൽ വെട്ടിയിട്ട് വരുവാണെങ്കിൽ നമുക്ക് മീൻ കറിക്ക് അങ്ങനെ അത്രയും കിട്ടത്തില്ല. ഞാൻ ഈ എടുത്തതിൻ്റെ അത്രയും കിട്ടത്തില്ല. അപ്പം ഞാൻ വെട്ടിയതായതുകൊണ്ട് കറിക്ക് നല്ല പീസുകൾ കിട്ടിയായിരുന്നു. അപ്പോൾ അന്നേരം എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടുന്ന് വെട്ടിയിട്ട് വരുന്നതാണെങ്കിൽ ഈ ബ്ലാക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ പിള്ളേരൊന്നും കഴിക്കത്തില്ലല്ലേ. അപ്പോൾ പോൾ ഈ മീൻ കറി കൂട്ടിയിട്ട് പറഞ്ഞു നല്ലതായിരുന്നെന്ന് പറഞ്ഞു. കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ് മമ്മി. നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫ്രഷ് മീൻ വെച്ച് വെക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടല്ലേ. പിന്നെ രാത്രി എനിക്ക് ചോറ് കഴിക്കണമെന്ന് തോന്നിയില്ല. 2 ചപ്പാത്തിയും സാമ്പാറും കൂടെ കൂട്ടി കഴിച്ച്. അങ്ങനെ മീൻ അരപ്പൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് തിളച്ച് വരട്ടെ. നല്ല വലിയ പീസായിട്ട് ഞാൻ ഒത്തിരി ചെറുതായിട്ടൊന്നും ഇട്ടില്ല. ചിലതൊക്കെ ചുരുക്കം ചിലതേ ഞാൻ ചെറിയ പീസായിട്ട് അങ്ങനെ പറ്റത്തുള്ളായിരുന്നു, അങ്ങനെ ഇട്ടിട്ടുള്ളൂ. അപ്പം മുള്ളോട് കൂടിയൊക്കെ ഉള്ള വലിയ നല്ല പീസുകളായിരുന്നു. അതെല്ലാം ഒന്ന് പറക്കിയിട്ട് കൊടുക്കട്ടെ. വെള്ളയുമായിരുന്നു, അങ്ങനെ അധികം കറുപ്പ് ഇതിലില്ലായിരുന്നു. സാധാരണ കറുപ്പ് അങ്ങനെ ഇച്ചിരി കൂടുതൽ വരുന്നു, പക്ഷേ ഇതിനങ്ങനെ കറുപ്പില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ ഇവളോട് ഹനുവിൻ്റെ അടുത്ത് ചോദിച്ചേടി നിനക്ക് ഇവിടെ ഇച്ചിരി ഞാൻ പറയില്ലേ ദീപാവലി സമയത്ത് അവൾ ആ റൂമൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കും. അങ്ങനെ മേളിലൊന്നും അവളെ കയറ്റില്ല, എനിക്ക് പേടിയായിട്ട്. അവൾ പറഞ്ഞു ഇല്ല ആൻറ്റി ഞാൻ എല്ലായിടും ചെയ്യുന്നതല്ലേ, ഞാൻ കയറി ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് സമാധാനമില്ല, നീ താഴെ നിന്ന് ചെയ്യാവുന്ന ചെയ്താൽ മതിയെന്ന്. അങ്ങനെ അവൾ ചെയ്തുകൊണ്ട് ഞാൻ ചോദിച്ചു നിനക്ക് വല്ലോ
എന്നിട്ട് ഞാൻ അവൾക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അല്ലേലും ഇത്തിരി ഇവിടെ എക്സ്ട്രാ പണിയുണ്ടെങ്കിൽ അവൾക്ക് ഞാൻ ജ്യൂസോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. അല്ലാതെ അവൾക്ക് കഴിക്കാനെങ്ങനെ കൊടുക്കുമെങ്കിൽ അവൾക്ക് സമയമില്ല നിന്നിട്ട് ഇരുന്ന് ചെയ്യാനായിട്ട്, കുടിക്കാനായിട്ട്. കാരണം അവർക്ക് പിന്നെ വേറൊരിടത്ത് പെട്ടെന്ന് പോകണ്ടേ. അപ്പം അന്നങ്ങനെ കൊടുത്തോണ്ട് ഞാൻ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോടി, അച്ചാറും വല്ലതും അങ്ങനെ മീട്ടായും കാണും. ആൻറ്റി എനിക്ക് തിക്ക കഴിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ അന്ന് അവൾക്ക് കുറച്ച് നാരങ്ങ അച്ചാർ കൊടുത്തു വിട്ടായിരുന്നു ഒരു ബോട്ടിൽ. എന്നിട്ട് ഈ മീൻകറി പിറ്റേ ദിവസം അന്നോട്ട് ഞാൻ ചിന്തിക്കുക വെച്ചിട്ട് നല്ല ചൂര ഇങ്ങനെയുള്ള പീസ് വാങ്ങിക്കുന്നുണ്ടേ അതൊന്ന് കറി വെച്ചവർക്ക് കൊടുക്കണമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അവളോട് ചോദിച്ചു, ഞങ്ങൾ കഴിക്കുന്ന മീനാണ് ഇത്, നീ കഴിക്കുമോ എന്ന് ചോദിച്ചു. എന്നും പറഞ്ഞാൽ കഴിക്കുമോ ആൻറ്റിന്ന്. അങ്ങനെ കൊണ്ടുപോയി. അവൾ പറഞ്ഞു, ഈ ഒത്തിരി നല്ലതാണ് ആൻറ്റി, എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.